പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ പെരുന്തട്ട കളിങ്ങോത്ത് രഞ്ജിനി ക്ലബ്ബ് കോറോത്ത് കോളനി റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് 7ാം വാർഡിൽപ്പെട്ട പെരുന്തട്ട കളിങ്ങോത്ത് രഞ്ജിനി ക്ലബ്ബ് കോറോത്ത് കോളനി റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. ഈ വർഷം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്ന വലിയവളപ്പ് തറവാടിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡ് നിർമ്മിക്കുക എന്ന നാട്ടുകാരുടെ ആഗ്രഹം സഫലമാക്കാൻ സാധിച്ചുവെന്ന് ഉദ്ഘാടനം നിർവഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കുറച്ച് കാലതാമസം വന്നതുകൊണ്ട് അത് ഇപ്രാവശ്യം സ്പില്ലവറായി നടപ്പിലാക്കുകയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് അവർ ഈ പണിയെടുക്കുന്നത് കുറേ ഡിലേ ആക്കി. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാതിരുന്നത്. ഇപ്രാവശ്യം തെയ്യത്തിന് മുമ്പായിട്ട് ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു നാട്ടുകാരുടേത്. അത് പ്രകാരം ഇത് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റി. ഈ വാർഡിൽ ഇനിയൊരു 3 റോഡ് കൂടി നമ്മൾ ചെയ്യാറുണ്ട്. ഈ 3 റോഡ് കൂടി ചെയ്യുന്നതോടുകൂടെ ഇവിടെ പ്രധാനപ്പെട്ട റോഡിൻ്റെ പ്രയാസങ്ങൾ തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല ഭംഗിയായി നടത്താൻ വേണ്ടി കഴിയും. ഇപ്രാവശ്യം നമുക്ക് ഒരു 1.5 കോടിയോളം ഉറപ്പിക മെയിൻ്റെനൻസ് റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള പൈസ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മോശമായിട്ടുള്ള റോഡെല്ലാം നന്നാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എം ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാബു പനയൽ സ്വാഗതവും ഭാരതി വലിയവളപ്പ് നന്ദിയും പറഞ്ഞു. എൻ അച്യുതൻ, ഗോവിന്ദൻ കൂളിക്കുന്ന്, ചന്ദ്രൻ കളിങ്ങോത്ത്, ദാമോദരൻ വലിയവളപ്പ്, കുഞ്ഞിരാമൻ കോട്ടക്കാൽ, പുഷ്പലത തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.